പ്രവാചകൻ ഓർത്തിട്ടുണ്ട്, എന്റെ പൂർവീകരായ എന്റെ നേതാവായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ എന്ന് അവിടുന്ന് ഇടയ്ക്ക് ഓർക്കാറുണ്ടായിരുന്നു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മക്ക രാജ്യത്ത് നിന്നുകൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയുണ്ടായി. എത്രായിരം കൊല്ലങ്ങൾക്ക് മുമ്പായിരിക്കും അത് എന്ന് നമ്മൾ ആലോചിക്കണം. എന്താണ് അവിടുന്ന് ഒന്നുമില്ലാതിരുന്ന മക്കയുടെ മണലാരണ്യത്തിൽ, മരുഭൂമിയിൽ, മരുക്കാട്ടിൽ നിന്നുകൊണ്ട് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, വബ്അസ് ഫീഹിം, നീ അവരിൽ നിയോഗിക്കുകയും വേണമേ, റസൂലൻ മിൻഹും, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ, ആ ദൂതൻ വന്നിട്ട് യത്ലൂ അലൈഹിം ആയാതിക, നിന്റെ ആയത്തുകൾ ആ ജനങ്ങൾക്ക്, അവർക്ക് ആ ദൂതൻ ഓതിക്കൊടുക്കുന്നു, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ആ ജനങ്ങൾക്ക് വേദഗ്രന്ഥം മനസ്സിലാക്കാൻ ആവശ്യമായ തത്വജ്ഞാനങ്ങളും വിജ്ഞാനങ്ങളും ആ പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. വയുസക്കീഹിം, അവരെ അതിലൂടെ ആ പ്രവാചകൻ സംസ്കരിച്ച് നന്നാക്കിയെടുക്കുന്നു. അങ്ങനത്തെ ഒരു നബിയെ, അങ്ങനത്തെ ഒരു റസൂലിനെ നീ അവരിൽ അയക്കേണമേ എന്നാര് പ്രാർത്ഥിച്ചിരുന്നു? മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. വർഷങ്ങൾക്ക് ശേഷം, സംവത്സരങ്ങൾക്ക് ശേഷം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവോടെ, ഇവിടുന്ന് പ്രവാചകനായി തെരഞ്ഞെടുക്കപ്പെട്ട് ഈ ഭൂമിയിലേക്ക് വന്നതോടെ, ആ വലിയ, ഏറ്റവും വലിയ ഉത്തമമായ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരിക എന്ന മറ്റുള്ള മതവിഭാഗങ്ങൾ വരെ അവരുടെ വേദഗ്രന്ഥങ്ങളിലൂടെ സൂചനകളും അല്ലാത്തതുമായി മനസ്സിലാക്കിയ കാത്തിരുന്ന പ്രവാചകൻ എന്ന് പറയുന്ന, ഏതാണ് ആ പ്രവാചകൻ? അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ, തൗറാത്തിലും ഇൻജീലിലും ഒക്കെ രേഖപ്പെടുത്തപ്പെട്ട പ്രവാചകൻ എന്നാണ് പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ടാണ് യഹൂദികൾക്കും നസറാനികൾക്കുമൊക്കെ ഒരു പ്രവാചകൻ അവസാനം വരാനുണ്ടെന്നും ആ പ്രവാചകന്റെ ചില പ്രത്യേകതകളും സവിശേഷ ഗുണങ്ങളുമൊക്കെ അവർക്ക് പോലും വായിച്ചെടുക്കാവുന്ന നിലക്ക് യഹൂദികൾക്കും നസറാനികൾക്കും അവരുടെ വേദഗ്രന്ഥങ്ങളായ തൗറാത്തിൽ നിന്നും ഇൻജീലിൽ നിന്നും ഒക്കെ ഗ്രഹിക്കാൻ സാധിച്ചിരുന്നു. അങ്ങനെ അവർ കാത്തിരുന്നൊരു പ്രവാചകനായിരുന്നു വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ മനുഷ്യന്റെ അസൂയയും കുടിപ്പകയും മുഖേന യഹൂദിയായിരുന്നു ആദ്യം വിശ്വസിക്കേണ്ടിയിരുന്നതെങ്കിലും അസൂയ മൂത്ത യഹൂദിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവ് ഇഷ്ടമായില്ല. അവരദ്ദേഹത്തെ വിശ്വസിച്ചില്ല എന്നത് വേറെ കാര്യം.